ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത്. അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത്. എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ ഭവനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനമല്ലേ? ആ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. സലാം പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി, ഉള്ളിലേക്ക് കയറിയിരുന്നില്ല. പിന്നെ വന്നപ്പോൾ ചോദിച്ചു, ലിമ സല്ലംത സുമ്മ റജഅത, അല്ല ജിബ്രീലേ, എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നങ്ങ് മടങ്ങിപ്പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്നി ലാ അദ്ഖുലു ബൈതൻ ഫീഹി സൂറ, ഞാനൊരു വീട്ടിൽ പ്രവേശിക്കാറില്ല, ആ വീട്ടിൽ സൂറത്തുൻ, ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട്, രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട്. അത് തുണിയിലാണെങ്കിലും ശരി, ഫ്ലക്സിലാണെങ്കിലും ശരി, വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ്. വലാ കൽബുൻ, നായയുള്ള വീട്ടിലേക്കും, പുറത്ത് കാവലിന് വെച്ച നായുള്ള വീടല്ല, വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, അങ്ങനത്തെ വീടാണ്. കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല, അത് കാവലിന് വേണ്ടിയും മറ്റൊക്കെ വളർത്താം. വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല. വലാ ബൗൽ, മൂത്രണ്ട്, നജസുണ്ട്. കുട്ടികൾ മൂത്രയിച്ചാൽ നല്ല തണുപ്പല്ല, അവിടെ കിടന്നോട്ടെ, സുബൈക്ക് നന്നാക്കാം, പറ്റൂല. ഇപ്പൊ ഈ നട്ടപ്പാതിരാക്കൊക്കെ മൂത്രയിച്ചു ഇങ്ങനെ നന്നാക്കി തിരക്ക്, അതല്ലേ പറഞ്ഞത്? അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത്. ഒരു കുട്ടി രാത്രി 10 പ്രാവശ്യം മൂത്രയിച്ചാൽ 10 പ്രാവശ്യത്തിന് കഴുകണം. 10 പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം. അത് വെച്ചിരിക്കുന്ന ആ കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത്, കോണിക്കൂട്ടിലും അല്ല വെക്കേണ്ടത്, അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ടത്. അത് നേരെ കട്ടിലിന്റെ ചോട്ടിൽ തന്നെ വെക്കും. എന്നിട്ട് ഈ മൂത്രമൊഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ, ഇപ്പുറത്ത് വേറൊരാളും കിടക്കുകയാണ്. അതിനൊക്കെ മൂത്രമുള്ള വീട്ടിലേക്ക് കിടക്കൂല. അത് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഓതിത്തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. 3 വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞത്. വേറെ ചില ഹദീസുകളൊക്കെ വേറെയും വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് 3ാമത്തെ കണ്ടില്ലേ നിങ്ങൾ? വലാ ബൗലുൻ, നജസിൽ നിന്ന് വീട് മുക്തമാകണം മലക്കുകൾ ഇറങ്ങി വരണമെങ്കിൽ. ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും നേസ് മാറുന്നില്ല. അതെന്താ മാറാത്തത്? ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്കാം? നന്നായി പഠിക്കണത്. നജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല. ആണിന്റെയും ശരിയാവില്ല, പെണ്ണിന്റെയും. ഇന്നലെ മലക്കുകൾ വരല്, അവനാന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല. മലക്കുകൾ വരെ ഇടക്കട്ടെ, ഈ ഫർലെങ്കിലൊന്നും ശരിയാകണ്ടേ? ഒരു കുട്ടി മൂത്രമൊഴിച്ചു, എങ്ങനെ വൃത്തിയാക്കണം? സുബ്ഹാനല്ലാഹ്, മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി. എന്നെ അസറിന്റെ ചായക്ക് വിളിച്ചതാണ്. പോയത് വലിയ അനുഗ്രഹം പിന്നീട് മനസ്സിലായി. ഞാൻ ചെന്നപ്പോ ആ വീട്ടിന്റെ ഉമ്മ ആ വീട്ടിന്റെ വരാന്തയിൽ, ഒല വരാന്തയാണല്ലോ, ഇരിക്കുന്ന ധാരാറൊന്നുമില്ല, ഒല വരാന്തി പിന്നെ ഓരോ നമ്മളിരിക്കൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. പോകുന്ന പോക്കിൽ കുട്ടി മൂത്രമൊഴിച്ചു. കുട്ടി മൂത്രമൊഴിച്ചപ്പോ ഈ വരാന്ത മുതൽ ഡൈനിങ് ഹാൾ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ മൂത്രം ഇങ്ങനെ വരി വരിയായിട്ട്. ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരിയുണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കുമ്പോൾ അങ്ങനെ തേക്കുന്നത്. അങ്ങനെ തേച്ചാൽ എന്തായി? നേരത്തെ നജസാകാത്തിടത്ത് പോയിപ്പോ നജസായി. കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ? മാർബിൾ അല്ലേ, മുസൈക്കല്ലേ, ടൈലല്ലേ, പിന്നൊന്നും കാണാനല്ലോ. പിന്നെന്താ കാണാനല്ലോ? അവിടെ ഹുക്കുമിൽ നജസുണ്ട്. ഹുക്കുമിയ്യാ നജസ് എന്ന് പറഞ്ഞ നജസ്, അവിടെ നജസ് നീങ്ങിയിട്ടില്ല. നജസ് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം? മൂത്രത്തെക്കാൾ അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം. ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ണം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യലായി. അങ്ങനെയാകരുത്. നല്ലോണം ശ്രദ്ധിക്കണത്. നമ്മൾ വീട്ടിൽ പെങ്ങന്മാര് വന്നാൽ കാര്യമായിട്ട് ശ്രദ്ധിക്കണ ഒരു പണി. കുട്ടികളെ ചൊർക്ക് നോക്കുന്നതിനേക്കാളും നല്ലത് ഒരു മൂത്രം വെച്ചത് എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. കാരണം നിസ്കരിക്കേണ്ട വീടാ, ഖുർആൻ ഓതേണ്ട വീടാ, മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ്. മൂത്രമുള്ള വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തേ മുത്തുനബി തങ്ങളെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് മടങ്ങിപ്പോകാൻ കാരണം? وذلك أن جروان الحسين أو الحسن رضي الله عنهما كان في البيت. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കളിപ്പിക്കുന്ന ചെറിയ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവരതിനെങ്ങനെ ഓട്ടിക്കളിപ്പിക്കും, മടിയിരുത്തി കളിപ്പിക്കുന്നല്ല. ആ ചെറിയ പട്ടിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് രോഗം ബാധിച്ചങ്ങ് മരണപ്പെട്ടിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടിട്ടാ മടങ്ങിയത്. പിന്നീട് നബി തങ്ങൾക്കത് തിരിഞ്ഞു. എങ്ങനെ? അവിടത്തെ വേലക്കാരിയായ ഒരു പെണ്ണ് വീട് അടിച്ചു
വൃത്തിയാക്കുമ്പോ ഈ മണമൊന്നും വരാത്ത ചെറിയ പട്ടിക്കുട്ടിയുടെ ശരീരം കണ്ടു. ഇത് വീട്ടിന്റെ ഉള്ളിലേക്ക് ആരാ കയറ്റിയത് എന്ന് ചോദിച്ചു. അതേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അറിയാതെ കയറിപ്പോയതാണ് എന്നും പറഞ്ഞു. കണ്ടില്ലേ നിങ്ങൾ, വീടിന് നല്ല പരിശുദ്ധി വേണം, നല്ല സംശുദ്ധി വേണം. സഹോദരന്മാരെ, നജസിൽ നിന്ന് വീട് മുക്തമാകണം. പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത്. നജസിൽ നിന്ന് വീട് മുക്തമാകണം, മൂത്രത്തിൽ നിന്ന് മുക്തമാകണം. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് കിടക്കുന്ന ആ വീട്ടിന്റെ ഉള്ളില് അതേ വൃത്തിയില്ലെങ്കിൽ പിന്നെ ശൈത്താനിയത്തിന്റെ ഷർറാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ കുട്ടിക്ക് അപസ്മാര രോഗം, മാനസിക രോഗം പിടിപ്പെടുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നജസിൽ നിന്ന് വൃത്തിയാക്കി കിടത്തണം. എപ്പോഴും തൊട്ടിലിൽ മൂത്രമൊഴിച്ചാൽ ആ തൊട്ടിൽ അങ്ങനെ കിടത്തി ഉറക്കരുത്. അതേ തൊട്ടിൽ മാറ്റിക്കൊടുക്കണം. ഒരു തൊട്ടിലായി മാത്രം നിന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റേണ്ടി വരും. വേറെയും ഒരു തൊട്ടിൽ എക്സ്ട്രാ ആയി നിൽക്കണം. പഴയ തുണിയൊക്കെ തൊട്ടിലാക്കാൻ പറ്റും, അതിന് പുതിയ തന്നെ വാങ്ങിക്കൊള്ളുന്നില്ല. അങ്ങനെ താൽക്കാലിക തൊട്ടിലും മറ്റും കെട്ടിയിട്ട് ശുദ്ധി അവിടെ ഉണ്ടാകണം, നജസിൽ നിന്ന് മുക്തമാകണം. രൂപങ്ങളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാപ്പയുടെ ഫോട്ടോയുണ്ട്, ഉമ്മയുടെ ഫോട്ടോയുണ്ട്, പെട്ടിക്കകത്ത് വെച്ചോ. പ്രദർശനത്തിന് വേണ്ടി ആരും തൂക്കിയിടേണ്ടതില്ല. കൂട്ടുകാരന്റെ കൂടെ ഹറമിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ഹജറുൽ അസ്വദ് മുത്തുന്ന ഫോട്ടോ. ഇപ്പൊ ഫോട്ടോ എടുക്കാനല്ലേ അവിടേക്കൊക്കെ പോകുന്നത് പലരും. അവിടെ നിന്നെടുത്ത ഫോട്ടോയാണ്, കൊണ്ടുവന്ന് ഇവിടെ തൂക്കിയിടേണ്ട ആവശ്യമില്ല. 16-ാമത്തെ വയസ്സിൽ അതേ SSLC പാസ്സായപ്പോ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണ്. പിന്നീടും നിനക്ക് കാണാം. പെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചോ, പ്രദർശിപ്പിക്കേണ്ടതില്ല. അതും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗമാണ്. മലക്കുകൾ വരണമെങ്കിൽ നല്ല പരിശുദ്ധി വേണം. മലക്കുകൾ വരാൻ പറ്റുന്ന ഭവനങ്ങളാകണം നമ്മുടെ വീട്. അതാ ബറക്കത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത്. അതിന് നല്ല പരിശുദ്ധി വീട്ടിന് വേണം. കൂട്ടത്തിൽ പറയട്ടെ, അനാവശ്യമായ രംഗങ്ങൾ കേൾക്കുന്ന കാണുന്ന ഒറ്റ വീട്ടിലേക്ക് മലക്കുകൾ വരൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ കറാഹത്ത് പോലും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മലക്കുകളെ സുഹബത്ത് കുറഞ്ഞു പോകും. സഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ മഹാനാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബിക്ക് ശരീരത്തിൽ മുഴുവനും രോഗം വന്നു. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. വീട്ടിന്റെ പുറത്ത് ഒരു പാത്തി കെട്ടി, ആ പാത്തിയിലാണ് മഹാനവറുകൾ കിടക്കുന്നത്. പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പൊ അതൊന്നും തിരിയില്ല. വീട്ടിൽ പശുക്കളില്ലാത്തതുകൊണ്ട് ആർക്കും പാത്തിയും തിരിയാതായി. പശുക്കൾക്കൊക്കെ പണ്ട് ആരയുണ്ടാക്കൽ പാത്തി വെച്ചിട്ടാണ്. മരം മുറിച്ചിട്ട് നടുവിൽ മുറിച്ച് മണ്ണൊക്കെ അതിനെ ഒപ്പിച്ചിട്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കും. അതിനാ പാത്തി എന്ന് പറയാം. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും. മൂത്രക്കയിലൂടെ താഴോട്ടും മറ്റും പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും. ഈ പാത്തി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അപ്പൊ ബാക്ക് ഭാഗത്തും മുൻഭാഗത്തൊക്കെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ രക്തവും ചെലവും ഒക്കെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം. ഒരു കൂട്ടുകാരനൊരു ദിവസം വന്ന് കാണാൻ വേണ്ടി വന്നു. ഈ രോഗാവസ്ഥ കണ്ടപ്പോ പറഞ്ഞു, പടച്ചോനെ, നമ്മൾ പല ആൾക്കാരും അങ്ങനെ പറയല്ലോ, ഈ രോഗം നീ ആർക്കും കൊടുക്കല്ലേ, ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ദ്വാരുന്നപ്പോ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ദ്വാരക്കണ്ടാന്ന്. ഇങ്ങനെ ശരീരത്തിൽ പൊട്ടലും ചീറ്റലായി കഴിയുന്ന മഹാൻ പറയുന്നു, അങ്ങനെ ദ്വാരക്കണ്ട. എന്തേ? നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ ബാഹ്യഭാഗത്തുള്ള പൊട്ടലും ചീറ്റലും അല്ലേ കാണുന്നത്. ഓരോ ദിവസവും 1000 മലക്കുകൾ വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ രോഗത്തിൽ എന്താണോ ഖൈർ, ആ ഖൈർ തരാൻ അള്ളാഹിനോട് ദ്വാരനാ മതി. രോഗം നീ കൊടുക്കല്ലേ, അള്ളാഹ് കൊടുത്തത് മാറ്റിക്കൊടുക്കുന്ന് പെട്ടെന്ന് നിങ്ങൾ പറയണ്ട. ഖൈർ എന്താണോ ഖൈർ പോലെ അള്ളാഹ് ചെയ്തോട്ടെ. നിലനിർത്തലാണോ ഖൈർ, എനിക്ക് പരിഭവമില്ല. മാറ്റിത്തരലാണോ ഖൈർ, ഞാൻ അതും സ്വീകരിക്കും. പെട്ടെന്നങ്ങ് മാറ്റിക്കൊടുക്കുന്നത് മാത്രങ്ങൾ ദ്വാരക്കല്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞു, അത് മഹാനവറുകൾ അനുഭവിക്കുന്ന ഒരു സുഖം കൊണ്ടാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു, ഈ രോഗം മാറും, ഒന്ന് ചൂട് വെച്ച് കൊടുത്താൽ മതി. നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ കരിക്കുന്ന പരിപാടി. ചില രോഗങ്ങൾക്ക് കരിക്കുന്ന പ്രക്രിയയുണ്ട്. അതുപോലെ ഒന്ന് കരിച്ചു കൊടുത്താൽ മതി. മഹാനവറുകൾ ഒരു വട്ടം അങ്ങനെ കരിച്ചപ്പോ പിന്നെ മലക്കുകൾ വരാതെയായി. അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു, ഇനി കരിക്കലുമില്ല, ഒന്നുമില്ല. അമ്മലക്കുകൾ വരുമ്പോഴുള്ള സുഖം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ.
അപ്പൊ ശരീരത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ, പരിശുദ്ധരായവർ വരാതായെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തർഭാഗങ്ങൾ സിനിമാലയങ്ങളാകരുത്. മുമ്പൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ മാത്രം സിനിമ ഓടിയിരുന്നത് ഓരോ കട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കളടക്കം പലതും മറിച്ചു നോക്കി സെക്സ് കണ്ട്, സിനിമ കണ്ട്. വിവാഹം കഴിഞ്ഞിട്ടും വികേന്ദ്രീകരിക്കപ്പെടാനുള്ള നല്ല വഴി അല്ലാഹു തആല കൊടുത്തിട്ടും മതിയാകാത്ത എത്ര മണ്ടന്മാരുണ്ട്. ഞാൻ അവരങ്ങനെ വിളിക്കുന്നത് ബോധപൂർവമാണെന്ന് കരുതിക്കോളൂ. നല്ല ഹലാലായ വികാര വിചാര നിർവഹണത്തിന് മതിയായ ഇണയെ അള്ളാഹു കൊടുത്തിട്ടും സെക്സിന്റെ സുഖത്തിന് നീ ഇങ്ങനെ അടിമപ്പെടേണ്ടതുണ്ടോ? സിനിമയുടെ സുഖത്തിന് നീ അടിമപ്പെടേണ്ടതുണ്ടോ? പിന്നെയും അതൊക്കെ നോക്കിയിട്ട് നിന്റെ കണ്ണും കൽബും ഒക്കെ അശുദ്ധമാക്കേണ്ടതുണ്ടോ? നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തികേടാക്കേണ്ടതുണ്ടോ? 4 മക്കൾ താമസിക്കുന്ന 4 റൂമിലെ ചിത്രം ഈ അടുത്തൊരു മാസികയിലൂടെ നിങ്ങൾ വായിച്ചില്ലേ? 4 മക്കൾ 4 റൂമിലാ കിടക്കുന്നത്. ഒരാൾ SSLC-കാരനാണ്, മറ്റൊരാള് +2 കാരനാണ്, വേറൊരാൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, വേറൊരാൾ വിവാഹം അന്വേഷിച്ച് നിക്കാഹ് കഴിഞ്ഞ ആളാണ്. ഒരു ബാപ്പയുടെ 4 മക്കള്, 4 റൂം അവർക്ക് ബാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും നല്ല ദീനിയായത് കൊണ്ടാണ് പെട്ടെന്ന് അറിഞ്ഞ് നന്നാക്കാൻ പറ്റിയത്. 4 പേരുടെ കയ്യിലും ചില്ലറ ജോലിയെടുത്ത് കിട്ടിയിട്ട് വാങ്ങിയ ഉപകരണങ്ങളുമായി 2 മണി സമയം വരെ സെക്സിന്റെ സല്ലാപമാണ്. ഉപ്പമാരെ ഉമ്മമാരെ നല്ലോണം കരുതണം. വീട്ടിലങ്ങ് നിങ്ങളൊരു യാസീനോതുമ്പോഴേക്ക് മലക്കങ്ങ് വരുമെന്ന് കരുതണ്ട. പരിശുദ്ധിക്ക് മറ്റൊരു കുറവുണ്ടോ? അവര് വരൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പരിശുദ്ധിയുള്ള നേതാവാണ്. കൂടെ നടക്കുന്ന ആളുകൾ നഖം വെട്ടാത്തത് കൊണ്ടല്ലേ 40 ദിവസത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം വരാതെയായത്. കൂടെ നടക്കുന്നവർ നഖം വെട്ടിയിട്ടില്ല, തങ്ങൾ വെട്ടാത്തത് കൊണ്ടല്ല. നഖം വെട്ടാതിരിക്കാന്നുള്ളത് പരിശുദ്ധിക്ക് കുറവാണ്. ചിലര് കാണാൻ തള്ളവരലും പിന്നെ ചെറിയ ചെറിയ വിരലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൂർപ്പിച്ചിങ്ങനെ നടക്കുന്നത് കാണാം. അവരെ കണ്ടാൽ തന്നെ ഒരു പേടിയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയും അതൊന്നുമല്ല, വെറുതെ എന്ന് പറയും. ആവശ്യമില്ലാതെ അങ്ങനെ വളരാം. പിന്നെ എല്ലാം കൊണ്ട് വളർത്തിക്കോട്ടെ, ഒന്നും വെട്ടണ്ട, അങ്ങനെ അങ്ങ് നീട്ടോട്ടെ. എല്ലാ രോമങ്ങളും എല്ലാം മുടിയും ഒന്നും ലെവലാക്കണ്ട. കക്ഷത്തെ രോമം അത് അങ്ങനെ നീണ്ടോട്ടെ, വേറെ സ്വകാര്യ സ്ഥലങ്ങളിലുള്ളത് അങ്ങനെ നീണ്ടോട്ടെ. അതുപോലെ തന്നെ മൂക്കിന്റെ ഉള്ളിലുള്ള മുടിയൊന്നും പറിക്കണ്ട, അങ്ങനെ നീണ്ടങ്ങ് പോയിക്കോട്ടെ. അതേ രൂപത്തിൽ മീശയും നീണ്ടോട്ടെ, താടിയൊക്കെ നീണ്ടോട്ടെ. അങ്ങനെയാണോ? അങ്ങനല്ലല്ലോ. അതിനൊക്കെ ഒരു സൗന്ദര്യാവസ്ഥ ഇസ്ലാം തന്നിട്ടില്ലേ? ഒരു പരിശുദ്ധിയാവസ്ഥ തന്നിട്ടില്ലേ? പിന്നെന്താ ഒരു 2 നഖം മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, അങ്ങനെ വളർത്താൻ പാടില്ല, തെറ്റാണത്. അതുകൊണ്ട് അഥവാ ഏതെങ്കിലും ആളെ ഒന്ന് തോണ്ടിയിട്ട് അയാൾക്ക് മുറിവ് പറ്റിയിട്ട് ആ മുറിവ് പോയി നോക്കുമ്പോൾ നല്ല പോയസം അതിൽ കടന്നിട്ടുണ്ടെങ്കിൽ ചികിത്സക്കുള്ള തീർത്തും പണം ഇവൻ കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ ഹുക്കം. ആ ചികിത്സക്ക് ഡോക്ടർ പറഞ്ഞ 16 റുപ്യ വേണോ മരുന്നിനും മറ്റൊക്കെ തന്നെ ഈ തോണ്ടി ചങ്ങായി കൊണ്ടു കൊടുക്കണത്. ഓനോട് ആരെങ്ങനെ വളർത്താൻ പറഞ്ഞത്? പരിശുദ്ധിക്ക് കുറവാണ്. കൂടെ നടക്കുന്നവർ നഖം വെട്ടാത്തത് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ, നിങ്ങളൊന്ന് ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറവുണ്ടോ? വീട്ടിന്റെ ഉള്ളിൽ ഒരിക്കലും സിനിമ കാണുന്ന കേന്ദ്രങ്ങളാകരുത്. വീട്ടിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കേന്ദ്രമാകരുത്. ഒരു ചിത്രം ഉള്ള ഒരു വിരി, നല്ല മോഡലുള്ള വിരി, മൺകൊണ്ട് മാത്രം, കളിമണ്ണ് കൊണ്ടും കട്ട കൊണ്ടും നിർമ്മിച്ച 7 മുഴം വീതിയും 9 മുഴം നീളവുമുള്ള ചെറിയ റൂം. അത് ആരുടെ വീടാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ തങ്ങൾ ഒരു ദിവസം കയറി വന്നപ്പോ ചിത്രങ്ങളുള്ള ഒരു തലയിണ, നല്ല കാണാൻ നല്ല ചൊറുക്കുണ്ട്, ഒരു തലയിണ ഇങ്ങനെ കട്ടിലുമേൽ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. തങ്ങൾ വാതിൽക്കൽ ഒറ്റ നൃത്തം, വാതിലിന്റെ ഇടയിൽ. സാധാരണ വന്നാൽ അങ്ങനല്ല, സലാം പറയും, വിശേഷങ്ങൾ ചോദിക്കും. ആയിഷ ബീവി എന്ത് പണിയിലാ നോക്കും. എന്തെങ്കിലും പണി അപ്പുറത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് എടുത്ത് ആൾക്കാരൊന്നും വന്നിട്ട് അവിടെ നേരത്തെ കാത്തിരിപ്പില്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു കൂടെ കൂടിക്കൊടുക്കും. അങ്ങനെയാണ് നിത്യ പതിവ്. ഈ പതിവ് മാറ്റിയിട്ട് ഒരു അനക്കുമില്ല, ഒന്നുമില്ല. മുഖത്തിങ്ങനെ കളറുമാറുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു തുടങ്ങി. മഹദി ചോദിച്ചു, മാലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് എന്ത് പറ്റി?
തങ്ങൾ ചോദിച്ചു, മാബാലു ഹാദിഹിൽ വിസാദ, ഈ തലയിണയുടെ അവസ്ഥ എന്താണ്? ആരാണ് ഈ തലയിണ ഇങ്ങനെ വെച്ചത്? ആ തലയിണയിൽ എന്താണുള്ളത്? ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങളാണ്. കാണാൻ നല്ല കൗതുകമുള്ള തലയിണയാണ്. പക്ഷിയുടെ ചിത്രമുണ്ട്, കാക്കയുടെ ചിത്രമുണ്ട്, പലതിന്റെയും ചിത്രമുണ്ട്. അങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് നല്ല എംബ്രോയിഡറിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. ആരോ ഹദിയ കൊണ്ടുവന്നതാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഞാൻ തന്നെയാണ് വെച്ചത്. തങ്ങൾ വന്നിട്ടൊന്ന് ചാരിയിരുന്നോട്ടെ, കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലോ എന്ന് കരുതി ഹദിയ കിട്ടിയത് അങ്ങനെ വെച്ചതാണ്. ഉടനെ തങ്ങളെ മറുപടി, അമാ അലിംതി അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറാ, ഇതുപോലെ ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കൂലാന്ന് നിങ്ങൾക്കറിയൂലേ? അതുകൊണ്ട് എടുത്തു മാറ്റണേ. മഹദി ഉടനെ അത് എടുത്തുമാറ്റി എന്ന് ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, നിസ്സാരമാക്കുന്ന രൂപത്തിലല്ല, ബഹുമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ചെയ്തികളും മറ്റൊന്നും പാടില്ല. നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ആ വീട്ടിൽ ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ എപ്പോഴും സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അനാവശ്യങ്ങൾ കുറയാൻ, കുട്ടികൾ നന്നാവാൻ പഴയകാലത്തെ വീട്ടിലൊക്കെ ഉണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയും എന്റെ വീട്ടിലുണ്ടായിരുന്നു. തറവാട്ട് വീട്ടിൽ താമസിച്ച കുറെ ആളുകൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. വല്യപ്പാരും വല്യമാരും കൂടെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു ക്യാബിനറ്റ് യോഗം നടക്കും പോലെയാണ് അവിടെ. എന്താ, വല്യപ്പാന്റെ കയ്യിൽ ഒരു തസ്ബീഹ്മാലുണ്ടാവും. മുപ്പർ കുറെ ഔറാദ് ചെല്ലാണ്ടായിട്ടാണ്. വല്യമാന്റെ കയ്യിൽ ഒരു ഏടുണ്ടാവും. അതിൽ കുറെ അസ്മാഉൽ ഹുസ്ന, ഇതുപോലെ കുറെ സ്വലാത്ത്, അതൊക്കെ ചെല്ലാണ്ടാവും പതിവ് പോലെ. പണിക്ക് പോകുന്ന മക്കൾ, അന്നത്തെ വീട്ടിലൊക്കെ 3-4 കുട്ടികളായ മക്കൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകൂല പഴയ കാലത്തെ വീട്ടിൽ. പക്ഷെ ഒരാളും തമ്മിൽ സ്വരച്ചേർച്ചുണ്ടാവില്ല കേട്ടോ, ഒരു ഇടങ്ങേറുണ്ടാകൂല. അതിന് നല്ല ഒരു ഭംഗി ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അന്നത്തെ വീടെങ്ങനെ, ഈ സ്റ്റേജ് പോലത്തെ വലുപ്പമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ പകുതി വലുപ്പമുള്ള റൂം, അതിലൊരു കട്ടിലുണ്ട്. ആ കട്ടില് മൂത്ത മകനും ആ മകന്റെ ഭാര്യയുണ്ട്. താഴെ കുറെ കോസടി വിരിക്കും. ഒരു ഭാഗത്ത് ഒരു മോന്, മറ്റേ ഭാഗത്ത് മറ്റൊരു മോന്, ഈ ഭാഗത്തൊരു മോന്, ഒക്കെ ആ റൂമിന്റെ ഉള്ളിലാ. അതേപോലെ അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂം, 4 മക്കൾ അവിടെ തന്നെ. അവരൊക്കെ പണിക്ക് പോകുന്നുണ്ട്. വീട് വെക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സൗകര്യപ്പെടുമ്പോൾ വെക്കും. ആരും പോകാത്തവരല്ല. പക്ഷെ ഈ ഐക്യത്തിൽ കൂടുന്ന ആ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു കറിയിലെ ഉപ്പിന്റെ കുറവിന്റെ പേരിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? നെടുന്തൂണുകളായ വല്യാപ്പിയും വല്യമ്മയും അവര് നിസ്കാരത്തിന് നേരത്തെ വിളിച്ച്, സുബഹിയൊക്കെ എല്ലാവരും നിസ്കരിച്ച് കട്ടൻ ചായൊക്കെ കുടിച്ച് വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതാതെ ദിക്ർ ചൊല്ലാതെ പോകുന്ന ഒരൊറ്റ മെമ്പറും ആ വീട്ടിലില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ പഴയ കാലത്തെ സൗന്ദര്യം. ഇന്ന് അങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന എത്ര ഉണ്ട്? ഒരു വീട്ടിന്റെ ഉള്ളിലെ ബാപ്പയും ഉമ്മയും സൂക്ഷ്മശാലികളായതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ. അത് ഇസ്ലാമിക ലോകത്തെ പാരമ്പര്യമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു ഇശാന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ പത്തിരി ഇങ്ങനെ ചുട്ടു വെച്ചു കുനുകുനേനെ. മഹാനവർ ചോദിച്ചു, പത്തിരി ഇടുന്ന? സാധാരണ ചോദിക്കും ചോദ്യം. പത്തിരി ഉപ്പ കൊണ്ടുവന്ന പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. മോള് പറഞ്ഞു, പത്തിരി കുഴക്കാൻ ഇടുന്ന വെള്ളം എടുത്തത്? ചോദ്യം നോക്കണം, അവരുടെ സൂക്ഷ്മതയുടെ ആഴ. അത് ഉപ്പ, നമ്മളാ അപ്പുറത്തുള്ള ആ പൊതുകിണറ്റിൽ നിന്നാ വെള്ളം എടുത്തത്. പത്തിരി എനിക്ക് വേണ്ട. കാരണം നമ്മൾ പൊതുകിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന മെമ്പർമാരല്ല. നമുക്ക് സ്പെഷ്യൽ കിണർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അവിടുന്ന് വെള്ളം എടുത്തത്? എത്ര കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത പോലെ ജീവിച്ചാ പോരെ. നമ്മളെ ചിന്ത അങ്ങനല്ല, കിട്ടുന്നതും കിട്ടുന്നത് ആവോളം അങ്ങോട്ട് പോരട്ടെ. പറ്റിയതാണ് ശരി, പറ്റിയതല്ലേ ശരി. നമ്മളതിന്റെ മെമ്പർമാരാണ് ശരി, മെമ്പർമാരല്ലേ ശരി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഹക്കാണ് ഞാൻ പറയട്ടെ എന്ന് ആലോചിച്ച് നോക്കി. വരുമാനം എഴുതുന്നിടത്ത് എത്ര കുറച്ചാ നിങ്ങൾ ഇതിൽ? ആരെ മറന്ന ഇതിന്? അള്ള തന്ന വരുമാനം കണക്കാക്കി എഴുതാൻ ധൈര്യമുള്ള ആരവിടെ? ഹക്കാകും അത്? അല്ല, ഹക്കാകും നിങ്ങൾ പറയാ, ഉസ്താമാര് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ. 30,000 വരുമാനം കിട്ടുന്ന ഒരാൾ 300 നേടിയ ഹക്കാവോ? എങ്ങനെ ഹക്കാല്? എങ്ങനെ സഹോദരന്മാരത് ശരിയാകല്? വരുമാനം രേഖപ്പെടുത്തുന്നിടത്ത് സത്യം വേണ്ടേ? ഒരു ബാപ്പക്ക് ആ ബാപ്പന്റെ കീഴിലും ആ ബാപ്പന്റെ വരുമാനം മൊത്തം കൂട്ടി നോക്കുമ്പോൾ 3 ലക്ഷം ഉണ്ട് കരുതിക്കോളൂ. എത്ര എഴുതുന്നത്? 30,000. ബാക്കി 9% എവിടെ? നമ്മൾ ആലോചിക്കണ്ടില്ലേ? മഹാന്മാരെ ഈ ചിന്ത ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടില്ലേ? അവർ ചെറിയൊരാലത്തേക്കും നമുക്കൊക്കെ എല്ലാവർക്കും താല്പര്യം താരങ്ങള്, എല്ലാവർക്കും താല്പര്യം ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരിൽ പെടുകയും വേണം. എന്നാൽ ഉള്ള ദർജ കുറയും ചെയ്യരുത്. അള്ള തന്ന നിയമത്തിൽ ഇസ്സത്തോടെ ജീവിക്കണം. അതിനാ നമ്മള് അള്ളാഹു തആല തന്ന നിയമത്തിൽ ഇസ്സത്തോടെ ജീവിക്കണം. എന്നോട് ഒരാൾ പറഞ്ഞു, അവിടെ കാർഡ് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് കാർഡാണ്? ഇന്നൊരു കാർഡ് വന്നില്ല, ആരോഗ്യ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അല്ലേ? നിങ്ങൾ വാങ്ങിക്കോളി, ഉമ്മാക്കൊക്കെ മരുന്നിനൊക്കെ ഉപകാരപ്പെടും.
അപ്പൊ ഞാൻ ചോദിച്ചു അയാളോട്, എന്താ അത് വാങ്ങിയ നേട്ടം? ആ കാർഡ് ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര പൈസ? പകുതിയോ കാൽഭാഗം, എന്തൊരു കണക്ക് പറഞ്ഞു, നമുക്കറിയില്ല, അള്ളാഹുവാൻ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെയും, അത് ആർക്കുള്ളതാണ്? അല്ല, ഗവൺമെന്റ് ഒരു നിയമം വെക്കൂല, ആർക്ക്? അത് ഇത്ര ശതമാനം ലെവലിൽ ജീവിക്കുന്നവർക്കാണ്. അവർക്ക് ഇത്ര പാകത്തിലേ വീട് പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, അതിന് വരി നിൽക്കുന്ന ആൾക്കാരിൽ 92% ആൾക്കാരും ആ നിയമത്തിന് പുറത്താണ്. ഞാൻ പറഞ്ഞു, അല്ലാഹു തആല തന്ന ഇസ്സത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം ആ ഇസ്സത്തോടെ ജീവിക്കും. കാർഡും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നി. വെള്ളിയാഴ്ച ഒരു പിരിവെടുത്ത് കൊടുത്താൽ തിരക്കടില്ലാന്ന് തോന്നിപ്പോയി. അവരത്ര ഫക്കീറന്മാരൊന്നുമല്ല, 3ാം തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്ത് അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ പാവപ്പെട്ടവരുടെ ഓഹരി എന്തിനു പിടുങ്ങണം? നമ്മള് ഒരു നിലക്കൊത് യോജിച്ചതല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മകളെ ചോദ്യം കേട്ടിട്ട് ഉത്തരം കേട്ടിട്ട് പറയുന്നു, എനിക്കിന്ന് പത്തിരി വേണ്ട. പൊതുവായി ഉണ്ടാക്കിയ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് പത്തിരിപ്പൊടി കുഴച്ച് പത്തിരി ചുട്ടത്. മാവ് കൊണ്ടുവന്നത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. ഹലാലായ പണം കൊടുത്തിട്ട് വാങ്ങിയതാണ്. വീട്ടിലെ ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ്. തീ കത്തിച്ചതും ആ വീട്ടിലെ വിറക് കൊണ്ടാണ്. വെള്ളം എടുത്തത് പൊതുകിണറ്റിൽ നിന്ന് ആയതുകൊണ്ട് എനിക്കിന്ന് ഭക്ഷണം വേണ്ട. ഉമ്മ പറയുന്നു എനിക്കും വേണ്ട, മക്കള് പറയുന്നു ഞങ്ങൾക്കും വേണ്ട. നിങ്ങൾ നോക്കൂ സൂക്ഷ്മത. ആ ബാപ്പാന്റെ ഉമ്മാന്റെ അതേ ലെവലില് ആർക്കും വേണ്ട. അന്ന് രാത്രി എല്ലാവരും വെള്ളം കാരക്കയും കുടിച്ച് രാത്രി അങ്ങ് മുതലാക്കി. പിറ്റേന്ന് ദുഹർ നിസ്കാരം കഴിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പത്തിരി ഒന്നും ചട്ടി കാണുന്നില്ല. ചോദിച്ചു, പത്തിരി എവിടെ? അപ്പൊ മകള് പറഞ്ഞു, ഇവിടെ കുറച്ച് സാധുക്കളായ യാചകന്മാർ വന്നിരുന്നു, ഒക്കെ കൂടി അവർക്കും കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, മഅദല്ലാഹ്, നമ്മൾ ഭക്ഷിക്കാൻ പറ്റാത്തത് ആരാക്ക് ഭക്ഷണമായി കൊടുത്തോ? നമ്മളത് ഭക്ഷിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ടല്ലേ മാറ്റി നിർത്തിയത്, ഇത് വേറൊരാൾക്ക് വിട്ടുകൊടുത്തോ? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് പറ്റൂല കേട്ടോ. ഏത് വീട്ടിൽ കോഴി ചത്തുപോയി, ഞമ്മ കൂട്ടാൻ പറ്റൂല, മറ്റേ വെച്ച് കൊടുത്താൽ മതി. പറ്റൂല, പറ്റൂലത്, ആ ഏർപ്പാട് പറ്റൂല, ശരീഅത്തിനെതിരാ. നമ്മോടുള്ള ഹുക്മ് അവരോടും കൽപ്പനയുണ്ട്. അറുത്തിട്ടല്ലേ നമ്മൾ ഭക്ഷിക്കേണ്ടത്, ആ അറുത്ത് തന്നെയാണ് നമ്മൾ അവർക്കും തീറ്റിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേക്ക് സംഗതി പണിയായിപ്പോയി. അപ്പൊ അതിന് പിന്നെ ഹയാത്ത് മുസ്തഖിറ ഒന്നുമില്ല. അപ്പൊ പിന്നെ അത് അറുത്തിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല, ഉപയോഗിക്കാനും പറ്റൂല. അതങ്ങ് പടഞ്ഞു തീർന്നുപോയി കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ എന്നാ ഞാൻ അതിനെ കുഴിച്ചിടണ്ട, മറ്റേ കൊടുത്താൽ മതി. ആർക്ക് കൊടുക്കണേ? ആർക്കത് കൊടുക്കാൻ പറ്റും? ഒരൊറ്റ കുട്ടി കൊടുക്കാൻ പറ്റൂല, കുഴിച്ചിടണം അവിടെ. അങ്ങനെ ഉണ്ടോന്ന് മുമ്പ് ചെറുപ്പക്കാരെ കൂടിയിട്ട് പിന്നെ എന്തോ ഒരു കടിക്കണ ജീവിയാന്നിട്ട് അടിച്ച് ശരിയാക്കി നോക്കുമ്പോ പന്നിയ. അപ്പൊ അവരൊരു കുഴിത്ത് കുഴിച്ചിട്ട് മറ്റാക്ക് വിളിച്ചു കൊടുത്താൽ മതി, ഞമ്മക്ക് എന്തെങ്കിലും ഒരു വെള്ളത്തിനുള്ള പൈസ അയാൾ തന്നോടും. പറ്റൂല സഹോദരങ്ങളെ, ആർക്കും കൊടുക്കാൻ പറ്റൂല. നമ്മളോടുള്ള വിശുദ്ധമായ കൽപ്പന കൊണ്ട് അവരോട് കൽപ്പനയുണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോഴും പാലിക്കേണ്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പത്തിരിയൊക്കെ യാചകന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ല, പുറത്തിറങ്ങിപ്പോയി അവരെ അന്വേഷിച്ചു പോവുകയാണ്. സൂക്ഷ്മതയുടെ പാഠം പഠിക്കണം നമ്മൾ. ബാപ്പ ഉമ്മമാരുടെ ആത്മീയമായ പുരോഗതി കൊണ്ട് ആ വീട്ടിൽ വളരുന്ന ജനിക്കുന്ന പേരമക്കൾക്കടക്കം എല്ലാവർക്കും പരിശുദ്ധിയാണ്. പഴയകാലത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട ഭവനങ്ങളൊക്കെയുണ്ട്. അള്ളാഹു നമ്മുടെ വീടുകൾ അത്തരത്തിൽ കേന്ദ്രങ്ങളാക്കി മാറ്റി തരട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന ഉപ്പ പള്ളിയിൽ ഖുർആൻ ഓതാൻ നിൽക്കാതെ വീട്ടിലേക്ക് പോകുകയാണ്. മക്കളെ കൂടെ പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. എല്ലാവരും ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുകയാണ്. 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് ആ വീട്ടിലെ ബറക്കത്ത് ചെറുതല്ല. എത്ര കണ്ട് ഓതുന്നുവോ അത്ര കണ്ട് ബറക്കത്തുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തെരഞ്ഞു പോവുകയാണ്. ഒരു ഭാഗത്ത് യാചകന്മാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, അവരാണെന്ന് തോന്നി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ? അവര് പറഞ്ഞു, അതെ ഉസ്താദെ, നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്ക് അവിടുന്ന് വല്ലതും കിട്ടിയോ? പത്തിരി കിട്ടിയിട്ടുണ്ട്. മുഴുവനും കിട്ടിയോ? മുഴുവനും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്തു? അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, തലവന ഒരാൾ പറഞ്ഞു, ഇത്രയധികം പത്തിരി കിട്ടിയപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അന്നൊക്കെ എത്ര കിട്ടിയത്? ഭക്ഷണം കഴിച്ച് 2-3 പത്തിരി ബാക്കി ഉണ്ടാവും, അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ.
ഇത്രത്തോളം പത്തിരി ഈ വീട്ടിൽ നിന്ന് നമുക്ക് തന്നപ്പോൾ അവർക്ക് തിന്നാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നതായിരിക്കും മനസ്സിലാക്കി ഞങ്ങൾ ആരും തിന്നീല. അൽഹംദുലില്ലാഹ്. മഹാനവറുകൾ ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ ഭക്ഷിക്കാതെ വെച്ച സൂക്ഷ്മത നിങ്ങൾ നോക്കി, യാചകന്മാരിലേക്ക് വരെ സൂക്ഷ്മതയായി മാറിയില്ലേ? എത്ര വലിയ സൂക്ഷ്മതയുടെ തെളിവാണത്. ബാപ്പയും ഉമ്മയും ഉത്കൃഷ്ടരാണെങ്കിൽ, അവരാത്മീയമായ ഉത്കർഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ സംശയലേശമെന്നേ പറയാം, മക്കളും അതേ താവഴിയിലാണ്, അതിന്റെ പേരമക്കളും അതേ താവഴിയിലാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീണ്ടും ചോദിച്ചു, പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ആ കാണുന്ന ബഹറിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. മഹാനവർകൾ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ ഈ വീട്ടിൽ ഇനി മത്സ്യം വരൂല. നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്തവർ ഭക്ഷിച്ചില്ല എന്നുള്ളത് സന്തോഷമാണ്, പക്ഷേ അത് മത്സ്യത്തിനാണല്ലോ എറിഞ്ഞു കൊടുത്തത്, കൊണ്ടുവരുന്നത് അതാണെങ്കിലോ എന്ന സംശയത്തിൽ അന്നു മുതൽ അത് ഉപേക്ഷിച്ചു. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത്, ഉപ്പമാരോട് പറയുന്നത്, നിയമത്തിൽ നല്ല ഭദ്രതയുള്ളവരായി, ആത്മീയോത്കർഷത്തിൽ നല്ല ആവേശമുള്ളവരായി ജീവിക്കണം. വെറുതെ പറഞ്ഞതല്ല. സുബ്ഹി നിസ്കാരത്തിന് വാങ്ങി വിളിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണത്. ബാപ്പമാരെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. പലരും ചിന്തിക്കുന്നത്, ഓന് 10ാം ക്ലാസ് വരെ പഠിച്ച ആളല്ലേ, ബോധം വെച്ചിട്ടുണ്ടല്ലോ, വാണെങ്കിൽ എണീറ്റോട്ടെ, നിസ്കരിച്ചോട്ടെ, ഞാൻ ഓന്റെ കബർക്കൂല്ല, ഓ ഇന്റെ കബർക്കൂല്ല, അതുകൊണ്ട് പ്രശ്നം തീരൂല. അവന് കല്യാണം കഴിച്ച് മക്കൾ 2 ആയിട്ടില്ലേ, ഇനിയും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകാണോ, വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, അത് ശരിയായ മനോഭാവമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് വാങ്ങി വിളിച്ചാൽ ഓരോ വീട്ടിന്റെ റൂമിന്റെ മുന്നിലും നിന്ന് ഓതുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ആയത്ത് 2ഉം 3ഉം തവണ ഓതുമ്പോ ആ റൂമിലുള്ളവർ എണീറ്റു എന്ന് കണ്ടാൽ അപ്പുറത്തെ റൂമിൽ പോകും, അവരെണീറ്റു എന്ന് കണ്ടാൽ ഇപ്പുറത്തെ റൂമിൽ പോകും, അവരെണീറ്റു എന്ന് കണ്ടാൽ അപ്പുറത്തെ റൂമിൽ പോകും. എല്ലാവരും എണീറ്റ ശേഷം മഹാനവർകൾ പള്ളിയിലേക്ക് അങ്ങ് നീങ്ങും. ഒന്ന് വിളിച്ചെങ്കിൽ എന്നെ സമാധാനം. വിളി വരെ മാറ്റിപ്പോയി.